പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മീനിടം ഗ്രാമപഞ്ചായത്തിന്റെ 14-ാം വാർഡ്. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയുടെ ബാക്കിയാണ്. എന്റെ തൊട്ട് പുറകിൽ ഇന്നലെ ഇവിടെ കിടന്ന സ്ഥലം, തടി കിടന്നതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്തൂടെ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടതാണ്. അപ്പം ഞാനിന്ന് ഇവിടെ വന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എന്നോട് വിളിച്ചു ചോദിച്ചു തടിയുടെ പ്രശ്നം എന്തായി, അത് മാറ്റിയോന്നൊക്കെ. അന്നേരം ഞാൻ ഇന്ന് രാവിലെ എനിക്കൊരു കോള് വന്ന് ഷമീർ എന്ന് പറഞ്ഞ് ഈ തടി മേടിച്ചയാളാണ്. അദ്ദേഹം ഈരാറ്റുപേട്ട സ്വദേശിയാണ്. അദ്ദേഹം വിളിച്ചപ്പം തന്നെ എനിക്കൊരു സന്തോഷം തോന്നി. കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ തടി കൊണ്ടുപോകാനുള്ള കാലതാമസം നേരിട്ടൊരു വിഷയം എന്ന് പറയുന്നത് ഇതിന് പാസ് കിട്ടണം. അതായത് ഇത്രയും വലിയ തടി കൊണ്ടുപോകുന്നതിന് പാസ് വേണം. അത് തന്നെയല്ല, കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ ടോറസ് എന്ന് പറയുന്നത് അതിന്റെ വീഡിയോ കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ ഇന്നലെ CPM-ന്റെ ഒരു പ്രതിഷേധ പ്രകടനം പുതുപ്പള്ളി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വണ്ടി തടിയായിട്ട് ഇതിൽ വന്നത്. അന്നേരം തന്നെ എനിക്ക് തോന്നി ഇവിടുന്നാണ് കൊണ്ടുപോകുന്നത്. കാരണം അത്രയ്ക്കും വലിയ തടിയാണ് ഇവിടെ കൂട്ടിയിട്ടിരുന്നത്. അപ്പോൾ മീറ്റിംഗ് നടക്കുന്നതിന്റെ ഇടയിലാണ് ഈ തടിയും കൊണ്ട് ലോറി വരുന്നത്. വലിയ ടോറസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ പറ്റും. അപ്പം രാവിലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു അവിടെ തടി കയറ്റുന്നുണ്ടെന്ന്. അപ്പം തന്നെ ഈ ലോറി തന്നെ ആയിരിക്കും എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഷമീറിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇതുപോലെ ലോറി ആ സമയത്ത് അത് നമ്മുടെ ലോറി തന്നെയാണ് ആ സമയത്ത് അതിലെ വന്നെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. നിങ്ങൾക്ക് കാണാം ദൃശ്യങ്ങളിൽ ഉണ്ടോ. അപ്പൊ അവരെന്നോട് വിളിച്ച് ഒരു കാര്യത്തിൽ പറഞ്ഞതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഒരു ഇത് പറ്റിപ്പോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ക്ഷമ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വഴിയിടാതെ ആ തടി ഇട്ടെന്നുള്ളതിന് അവർക്ക് തെറ്റ് പറ്റിയെന്നുള്ളത് അവർ പൂർണ്ണമായിട്ട് സമ്മതിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഒരു നിരപരാധിത്വം കൂടെ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതുപോലെ അവർ ഈ ഇത്രയും ഭാഗത്ത് അത്യാവശ്യം കടന്നു പോകാത്ത രീതി വഴി പോയി കിടന്ന സ്ഥലവും കൂടെ അവർ ചെയ്തു. പിന്നെ ഇവിടുത്തെ ഈ വേലിക്കല്ല് പോയവർക്കും പൈസ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവരുടെ പണി മൊത്തം പൂർത്തിയായിട്ടില്ല. ഇനി കുറച്ച് തടിയും കൂടെ ഇവിടുന്ന് കൊണ്ടുപോകാനുണ്ട്. അത് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം. അവരുടെ ആ ഒരു സംസാരത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. കാരണം അവരുടെ നമുക്കറിയാമല്ലോ, ഓരോരുത്തരോട് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം അവരുടെ നിരപരാധിത്വം എന്തുകൊണ്ടാണ്. എന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയാലും ഞാനത് നിങ്ങളുടെ മുന്നിൽ തുറന്നു പറയാൻ തയ്യാറാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഏത് കാര്യത്തിനും പരിഹാരമുണ്ടോ. പക്ഷെ 3-4 ദിവസം ഇവിടെയുള്ള ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പൊ നമുക്ക് ഈ വഴിയുടെ ഈ നേരത്തെ കിടന്ന ഒരു അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും കൂടെ നിങ്ങൾക്കൊന്ന് കാണാം. ഇതാണ് റോഡിലേക്ക് തടി ഇട്ടിരുന്ന ഒരു വീഡിയോ ദൃശ്യമാണ്. ഞാൻ ഇന്നലെ എടുത്തതാണ്. ഈ വീഡിയോ മിക്കവരും കണ്ടു കാണും. ഇതുപോലെയാണ് അവർ തടി ഇട്ടിരുന്നത്. JCB കൊണ്ടൊക്കെ വലിച്ച് കൊണ്ട് ഇട്ടതാണ്. അപ്പൊ ഇതിന്റെ അകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റോഡിലൂടെ ഒരാൾക്ക് പോലും നടന്നു പോകാൻ പറ്റും. അപ്പൊ ഇവിടെയാണ് തടി മുഴുവൻ ഇങ്ങനെ കൂട്ടിയിട്ടിരുന്നത്. നിങ്ങൾ കണ്ടു കാണും. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇവിടെ കുറച്ച് തടിയും കൂടെ കൊണ്ടുപോകാനുണ്ട്. അവരുടെ പണി പൂർത്തിയല്ല. എന്നാൽ ഇവരെ ഇങ്ങോട്ട് വഴി കടന്നു വരുന്നിടമെല്ലാം ഇവർ ലെവൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് നമുക്ക് താഴോട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഇവർ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പോയ വശങ്ങളെല്ലാം JCB കൊണ്ട് മണ്ണുമെല്ലാം ഇട്ട് എല്ലാം ലെവൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നേരത്തെ കിടന്ന ഒരു പടിയിലേക്ക് തന്നെ വഴി അവർ ആക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഈ വിവരം നിങ്ങളോട് തന്നെ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇട്ട് ഇതിന്റെ അവസ്ഥ എന്തായി, തടി മാറ്റുമോ എന്നൊക്കെ ചോദിച്ച് അവർ നമ്മൾ ആ വീഡിയോ ഇട്ടതിന്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ അദ്ദേഹം അതിന്റെ ഇടയ്ക്ക് ഒരുപാട് തവണ എന്നെ വിളിക്കുകയും ചെയ്തു. ഈ തടി കൊണ്ടുപോകാൻ വന്നയാള് ഈ അവസ്ഥ അവരുടെ ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ ഇവിടെ എല്ലാം തിരക്കിയിട്ട് അങ്ങനെ നമ്പർ കിട്ടിയില്ല. അല്ലാതെ ഞാൻ ആദ്യം അവരെ വിളിച്ചേനെ. അപ്പോഴത്തേന് അവരെന്നോട് പറഞ്ഞത് ഇതാണ് എന്റെ നമ്പരും കിട്ടാൻ അവർക്ക് താമസം വന്നുപോയി. അപ്പൊ എന്നോട് വിളിച്ച് ഇതിന്റെ മുഴുവൻ സത്യാവസ്ഥ അവർ പറഞ്ഞു. അത് എനിക്ക് രാവിലെ സന്തോഷം തോന്നി. ഷമീർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈരാറ്റുപേട്ട സ്വദേശിയാണ്. തടിക്കച്ചവടം ഈ ഭാഗത്തൊക്കെ നമ്മുടെ പുതുപ്പള്ളി ഭാഗത്തും കോട്ടയം ഭാഗത്തൊക്കെ അവർ ഏറ്റവും കൂടുതൽ തടി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ വിവരം ഞാൻ നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്തത്.